രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ കഥ മുഴുവൻ കെട്ടിച്ചമച്ചതായിരുന്നു. കെട്ടിച്ചമയ്ക്കുക നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു വാക്കാണല്ലേ. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാമെന്നാണേ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു വാക്കാണ് ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷൻ അല്ലേ, നമുക്കറിയാവുന്നൊരു വാക്കാണ്. അതായത് കെട്ടിച്ചമയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫാബ്രിക്കേഷൻ എന്താണ്? ഫാബ്രിക്കേഷൻ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, കഥകൾ കെട്ടിച്ചമയ്ക്കരുത്. കഥകൾ കെട്ടിച്ചമയ്ക്കരുത് എന്ന് നമ്മളിങ്ങനെ പറയും. അരുത് എന്ന് വന്നൂല്ലേ. അപ്പോൾ ഡോണിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡോൺ ഫാബ്രിക്കേറ്റ് സ്റ്റോറീസ്. ഡോൺ ഫാബ്രിക്കേറ്റ് സ്റ്റോറീസ് എന്ന് പറയാം. ഡോൺ ഫാബ്രിക്കേറ്റ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ കഥ മുഴുവൻ കെട്ടിച്ചമച്ചതായിരുന്നു എന്നെങ്ങനെ പറയും? ഹി ഫാബ്രിക്കേറ്റഡ് ദ എൻറ്റയർ സ്റ്റോറി ടു എസ്കേപ്പ്. ഹി ഫാബ്രിക്കേറ്റഡ് ദ എൻറ്റയർ സ്റ്റോറി ടു എസ്കേപ്പ്. ഫാബ്രിക്കേറ്റഡ് എന്നായില്ലേ, കെട്ടിച്ചമച്ചതായിരുന്നു. അത് പാസ്റ്റ് ആയതുകൊണ്ടാണ് ഫാബ്രിക്കേറ്റഡ് എന്ന് വന്നത്. ഇനി ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രയോഗമുണ്ട്. അതാണ് കുക്കപ്പ്. കുക്കപ്പ് എന്താണ്? കുക്കപ്പ്. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പോലെ നമ്മൾ തലയിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കഥ ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് നമ്മൾ ഈ കുക്കപ്പ് എന്ന് പറയുന്നത്. കുക്കപ്പ്. അപ്പോൾ വൈകുന്നതിന് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്ത്, അല്ലെങ്കിൽ കാരണങ്ങൾ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നത് നിർത്ത്. വൈകുമ്പോൾ എപ്പോഴും ചിലവരിങ്ങനെ എക്സ്ക്യൂസ് പറയാറുണ്ട് അല്ലേ, ഓരോ ഇല്ലാത്ത കഥകളൊക്കെ വെച്ചിട്ട്. അതെങ്ങനെ പറയാം? സ്റ്റോപ്പ് കുക്കിംഗ് അപ്പ് എക്സ്ക്യൂസസ് ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറയാം. സ്റ്റോപ്പ് കുക്കിംഗ് അപ്പ് എക്സ്ക്യൂസസ് ഫോർ ബീയിങ് ലേറ്റ്. സ്റ്റോപ്പ് കുക്കിംഗ് അപ്പ് എക്സ്ക്യൂസസ് ഫോർ ബീയിങ് ലേറ്റ്. അവർ അവനെതിരെ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നെങ്ങനെ പറയും? അവനെതിരെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി എങ്ങനെ പറയും? ഈ കുക്കപ്പ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. they cooked up a false story against him. they cooked up ഉണ്ടാക്കി, അതുകൊണ്ടാണ് കുക്ക്ഡ് ആയത് കേട്ടോ. they cooked up a false story, കള്ളക്കഥ. false story ആർക്കെതിരെ? അവനെതിരെ. സോ against him, എതിരെ എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തേ? against him. ഓക്കെ. നീ മനഃപൂർവ്വം എന്തോ കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് എന്ന് എനിക്കറിയാം അല്ലേ, അല്ലെങ്കിൽ എനിക്കറിയാം നീ എന്തോ ഒന്ന് മനസ്സിൽ ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ് എന്ന് എനിക്കറിയാം എന്നെങ്ങനെ പറയും? I know you are cooking something up. I know you are cooking something up. Okay, I know you are cooking something up. ഇനി ഒരു പ്രയോഗം കൂടിയുണ്ട്. അതാണ് മേക്കപ്പ്. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്കാണ് അല്ലേ, മേക്കപ്പ്. മേക്കപ്പ് നമുക്കറിയാലോ, നമ്മുടെ റിയലായ ഫേസിൽ നമ്മൾ പുട്ടിയും മറ്റൊക്കെ വാരി പൂശുന്ന സമയത്ത് അല്ലേ ഒരു എക്സ്ട്രാ സാധനമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ മനസ്സിൽ നമ്മളൊരു എക്സ്ട്രാ കള്ളത്തരം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സെൻസിലാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത്. നീ ഇത് വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ നീ വെറുതെ കള്ളം പറയുകയാണോ? മേക്കപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ പറയാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആർ യു മേക്കിംഗ് ദിസ് അപ്പ് എന്ന് വയ്ക്കാം. ആർ യു മേക്കിംഗ് ദിസ് അപ്പ്. നീ എന്തോ കള്ളം മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണോ, കള്ളക്കഥ ഉണ്ടാക്കുകയാണോ? ഓക്കെ, ആർ യു മേക്കിംഗ് ദിസ് അപ്പ് എന്ന് വയ്ക്കാം. ടീച്ചറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനൊരു കഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നെങ്ങനെ പറയും? ഹി മെയ്ഡ് അപ്പ് എ സ്റ്റോറി ടു എസ്കേപ്പ് ഫ്രം ദ ടീച്ചർ. ഹി മെയ്ഡ് അപ്പ്, മെയ്ഡ് ആയില്ലേ, പാസ്റ്റ് ആയതുകൊണ്ടാണ്. ഹി മെയ്ഡ് അപ്പ് എ സ്റ്റോറി ടു എസ്കേപ്പ് ഫ്രം ദ ടീച്ചർ. ഈ മേക്കപ്പിന് ശരിക്കും വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അതായത് വഴക്കിട്ട് നമ്മൾ സെറ്റാവുക പറയില്ലേ, ഒന്നാവുക, പിണക്കം മാറുക എന്ന് പറയാറില്ലേ, അതിനും നമ്മൾ ഈ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ആവണ്ടേ, ഈ രണ്ട് രീതിയിലും നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കെട്ടിച്ചമച്ചുണ്ടാക്കുക. ഫാബ്രിക്കേഷൻ എന്ന് തന്നെയാണ് മേക്കപ്പിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു പിണക്കമൊക്കെ ഉണ്ടായിട്ട് അതിനുശേഷം ആ പിണക്കം സോൾവ് ആക്കുക, അതിന് നമ്മൾ മേക്കപ്പ് എന്ന് പറയാറുണ്ട്. നമുക്ക് ആ വഴക്ക് മറന്ന് ഒന്നാവാം, അല്ലെങ്കിൽ പിണക്കം മാറി നമുക്ക് ഇണങ്ങുക. ഓക്കെ, അത് നമുക്ക് എങ്ങനെ പറയാം? ലെറ്റ്സ് ഫോർഗെറ്റ് ദ ഫൈറ്റ് ആൻഡ് മേക്കപ്പ് എന്ന് പറയാം. ലെറ്റ്സ് ഫോർഗെറ്റ് ദ ഫൈറ്റ് ആൻഡ് മേക്കപ്പ്. ഓക്കെ, ലെറ്റ്സ് ഫോർഗെറ്റ് ദ ഫൈറ്റ് ആൻഡ് മേക്കപ്പ്. അവിടെ അർത്ഥം മാറി കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളത് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തതിൽ. അപ്പം നമുക്ക് മൂന്ന് പ്രയോഗം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫാബ്രിക്കേഷൻ ആണ്, രണ്ടാമത്തെ എന്താണ്? കുക്കപ്പ് എന്ന് പറയാം. മൂന്നാമത്തത് മേക്കപ്പ്. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് ആവുന്നതിനനുസരിച്ച് കുക്കപ്പ് എന്നുള്ളത് കുക്ക്ഡ് എന്നാവും, മേക്ക് ഉള്ളത് മെയ്ഡ് ആവും. അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഫാബ്രിക്കേറ്റ് എന്നുള്ളത് ഫാബ്രിക്കേറ്റഡ് ആവും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു പ്രയോഗമെങ്കിലും മനസ്സിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം സംഭവം സിമ്പിൾ ആണല്ലോ, ഓർത്ത് വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുക്ക്ഡപ്പ് ഒന്നുമില്ലെങ്കിലും കുക്കപ്പോ മേക്കപ്പോ ഒക്കെ മനസ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേഗം സെന്റൻസ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ.